നമസ്കാരം സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമ്മുടെ വാവ മലയാളി ചാനലിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഞാൻ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജോർജിയയിലോട്ട് പോവുക. നമ്മൾ ജോർജിയയിൽ എത്തിക്കഴിഞ്ഞു. ജോർജിയ സിറ്റിയിലുള്ള ഒരു നല്ല ഫൗണ്ടൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള എത്തിയപ്പോൾ തന്നെ രാത്രിയായി. അത് കാരണം നമ്മൾ ജസ്റ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. പുറത്ത് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ, നല്ല എയറാണ് ഇവിടുത്തെ, നല്ല കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നമ്മളുള്ള കാണാനുള്ളത് നല്ല ബിൽഡിങ്ങാണ്. നമ്മളിവിടെ ഹിൽട്ടൺ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ വളരെ നല്ല ഹോട്ടലാണ്, എല്ലാം നല്ല സൗകര്യങ്ങളുണ്ട് അവിടെ. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം നമ്മൾ ടൂർ തുടങ്ങുന്നത് ഒരു നല്ലൊരു ചർച്ചിൽ പോയിട്ടായിരുന്നു. ഈ ചർച്ച് ആക്ച്വലി നല്ല ഹൈറ്റിലുള്ളൊരു സ്ഥലത്താണ് ഈ ചർച്ച് ഇരിക്കുന്നത്. ജോർജിയൻ സിറ്റിയുടെ സെൻറ്ററിലുള്ള ഒരു നല്ല ടിബ്ലിസി എന്ന് പറഞ്ഞൊരു സിറ്റിയിലുള്ള ചേർച്ചാണ്. അപ്പം ഇവിടുത്തെ ചർച്ചുകളെല്ലാം നല്ല രസമാണ് കാണാൻ. നല്ല വർക്കുകൾ അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന സ്റ്റാച്യുവാണ് ഇവിടെ വന്ന ആൾ ആദ്യമേ കണ്ടുപിടിച്ച ആളുടെ സ്റ്റാച്യു. അത് നമ്മൾ ആ ചർച്ചിൽ തിന്നുകൊണ്ട് പുറത്തോട്ടെല്ലാം ഇങ്ങനെ നോക്കുക. നല്ലൊരു ഹൈറ്റിലുള്ളൊരു ചർച്ചാണ് അത്. നല്ല സീനിക് ബ്യൂട്ടി അവിടെ നിന്ന് കാണാൻ. ആ കാണും ദൂരെ ഉള്ള കേബിൾ കാർ കണ്ടില്ലേ, ആ കേബിൾ കാറിലാണ് നമുക്ക് അടുത്ത് കയറി റൈഡ് പോകേണ്ടത്. അപ്പം അതിനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ ഗൈഡ് എടുത്തു. ഇതാണ് കേബിൾ കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള കേബിൾ കാർ പോകാനോണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ നിന്ന് വന്ന ആൾക്കാരെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കയറാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ അവരെല്ലാം ഇറങ്ങി ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കയറാനായിട്ട് നോക്കുക. നമ്മുടെ കേബിൾ കാറിലോട്ട് കൂടെയുള്ള ഗൈഡാണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി പുറത്തോട്ട് കാണുവാണ്. നമ്മളൊരു എൻഡിലുള്ള സിറ്റിയിൽ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ട് പോകാം. അവിടെ ജോർജിയൻ നദിയുടെ മേളിൽ കൂടാണ് നമ്മൾ പോകുന്നത്. ട്രാഫിക്കും എല്ലാം അതിൻ്റെ അകത്ത് കാണാം. താഴെ പല പല വീടുകളും അതിൻ്റെ എല്ലാം മേളിൽ കൂടെ ഈ കേബിൾ കാർ പോകുന്നത്. നല്ല വിഷ്വൽസാണ്. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. സിറ്റി ഫുൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ കേബിൾ കാറിൽ കൂടെ മേളിൽ പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുക. അവിടെ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ ഉണ്ട്. അത് നല്ല രസം അവിടെ നിന്ന് കാണാൻ. അവിടെയുള്ള ഒരു നല്ല കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കേബിൾ കാറിൽ അതിങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേബിൾ കാർ നമുക്ക് തന്നെയായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഒരു കേബിൾ കാറിനകത്ത് 6 പേർക്കോളം ഇരിക്കും. പക്ഷേ നമ്മളിനകത്ത് നമ്മൾ മാത്രമേ ഇരുന്നുള്ളൂ. നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു നമുക്ക് അവിടുത്തെ. അതൊരു നല്ല എക്സ്പീരിയൻസ്. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് പറഞ്ഞ ഈ കേബിൾ കാർ റൈഡ് നമ്മൾ എടുക്കണം. ഈ കാണുന്ന സ്റ്റാച്യു കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് അവിടുത്തെ മദർ ഓഫ് ജോർജിയയുടെ അങ്ങനത്തെ ഒരു സ്റ്റാച്യു ആണ്. അപ്പോൾ അവിടെ നമുക്ക് കംപ്ലീറ്റ് സ്ഥലം കാണാൻ പറ്റും. ഒരു പാർക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണേൽ താഴെയൊക്കെ പോകാൻ വേണം. അപ്പോൾ നമ്മൾ അത്രയും താഴോട്ടൊന്നും പോയില്ല. കാരണം ഇപ്പം ജോർജിയയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മറാണ്, നല്ല ചൂടാണ്. അപ്പോൾ എന്നാൽ അത്രയും വലിയൊരു ചൂടില്ല. ഇവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അപ്പം ഉള്ളി ടെമ്പറേച്ചർ ഇസ് സംതിങ് ലൈക്ക് 30 degrees ഉണ്ട്. അപ്പം ചൂടുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി ഇല്ല. നല്ല വിൻഡും നല്ല കാറ്റും വീണ് നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പം അത് നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യും. നല്ല സണ്ണുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള യു ക്യാൻ റിയലി എൻജോയ് ദാറ്റ്. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു ടൂർ എടുത്തു
ദൂരോട്ട് പോയി. അതൊരു ഒരു ഹില്ലിൻ്റെ മേളിൽ ഒരു ചേർച്ച്, ഒരു മൊണാസ്ട്രി. അപ്പോൾ ആ മൊണാസ്ട്രിയിലോട്ട് പോയി നമ്മൾ. അപ്പോൾ അവിടുന്ന് കാണാവുന്ന 2 നദികൾ ഒരുമിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ മേളിലാണ് ഈ ഹില്ലുള്ളത്. ഈ ഹില്ലിൻ്റെ മേളിലാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. ഈ മൊണാസ്ട്രി നമുക്ക് കംപ്ലീറ്റ് സിറ്റി, ഓൾഡ് ടിബ്ലിസി എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നമ്മൾ ആദ്യമേ ടിബ്ലിസിയിലാണ് താമസിച്ചത്. ഇത് ഓൾഡ് ടിബ്ലിസി ഇവിടെ ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ്. അവിടുത്തെ ചേർച്ചിൻ്റെ ആകർഷണം നല്ല ചേർച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ മൊണാസ്ട്രി. ഇവിടെ നല്ല കുറേ ആർട്ട് വർക്കും ഫോട്ടോഗ്രാഫ്സും അതെല്ലാം നന്നായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ ആർട്ട് വർക്കൊക്കെ കാണുമ്പോൾ വളരെ നല്ല ലുക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം എൻഡ് ചെയ്യാൻ വേണ്ടി ഫൈനലി അവരുടെ ഫുഡ് സെക്ഷനിലോട്ട് പോയി. അത് നമ്മളിങ്ങനെ തിരിച്ച് ടിബ്ലിസി സിറ്റി വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അവിടുത്തെ നമ്മുടെ ഗൈഡ് കുറച്ച് മെയിൻ കാര്യങ്ങൾ, അവിടുത്തെ കച്ചാപ്പൂരി അങ്ങനെ പറഞ്ഞ സാധനമുണ്ട്. അത് കഴിഞ്ഞൊരു ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷും, പിന്നെ ഇവരുടെ മെയിൻ സംഗതി പറഞ്ഞാൽ കിങ്കാലി, നമ്മുടെ നാട്ടിലെ ഒരു